السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. ബഹുമാനം നിറഞ്ഞ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന അധ്യക്ഷൻ അവറുകളെ, അതുപോലെ തന്നെ മറ്റ് ഗുരുനാഥന്മാരെ, അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളെ, ബഹുമാന്യരായ എല്ലാവരെയും, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലുള്ള ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു ഒത്തുചേരുക എന്നുള്ളത്. വളരെ അഭിമാനത്തോടുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പഠിക്കുവാൻ, പെൺകുട്ടികൾക്ക് പഠിക്കുവാൻ ഒരു സ്ഥാപനം ഉണ്ട് എന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്. ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പാസ്സായി മറ്റ് പല സ്ഥാപനങ്ങളിലൂടെയും ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ ഉന്നത നിലയിലേക്ക് എത്തിച്ചേരുവാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇത്തരത്തിൽ ധാരാളം ഇൽമുകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് അറിവ് എന്നുള്ളത്, ജ്ഞാനം എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവാണ് നമ്മെ ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് അഥവാ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അറിവില്ലാത്തവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അറിവ് നേടാൻ ഇസ്ലാം വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാലും ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാലും അവിടുന്ന് അറിവ് നേടുവാൻ ഒരുപാട് പ്രോത്സാഹനം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു മനുഷ്യൻ ഏറ്റവും ഉന്നത നിലയിലേക്ക് എത്തിച്ചേരുന്നത് അത് അറിവിലൂടെയാണ്. നമുക്കറിയാം, ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയിരിക്കുന്നതായ മലക്കുകൾ സുജൂദ് ചെയ്യുന്നതിനുള്ള കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയും ഒരുപാട് വസ്തുക്കളുടെ പേരുകളൊക്കെ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാത്തിന്റെ പേരുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് അതിന്റെ പേരുകൾ മലക്കുകളോട് പറയുകയാണ്, ഇതിന്റെ പേരുകൾ പറയുക.
മലക്കുകൾ പറയുകയാണ് സുബ്ഹാനക ലാ ഇൽമ ലനാ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൽമില്ല, ഒരു അറിവില്ല. ആ സന്ദർഭത്തിൽ യാ ആദം അംബിഉഹും ബിഅസ്മാഇഹിം ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർളി വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാത്തിന്റെ പേര് പറയുന്ന സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഏറ്റവും ഉന്നതരാണ് എന്ന് അവിടുന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് ഉസ്ജുദൂ ലി ആദമ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുക. മലക്കുകളും ജിന്നുകളും അടക്കം സുജൂദ് ചെയ്യുന്ന അത്തരത്തിൽ ഉന്നത സ്ഥാനം നേടുവാനുള്ള കാരണം ഇൽമ്, അറിവ്, വിജ്ഞാനം അതിന്റെ പേരിലാണ് എന്ന് ഈ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ, ആവശ്യപ്പെടുവാൻ, റബ്ബിനോട് ചോദിക്കുവാൻ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അവിടുന്ന് സമ്പത്തിനെ ചോദിക്കുവാൻ പറഞ്ഞത് കാണാൻ കഴിയുകയില്ല. സുഖസൗകര്യങ്ങൾ ചോദിക്കുവാൻ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുകയില്ല. അതേ സന്ദർഭത്തിൽ വഖുർ റബ്ബി സിദ്നി ഇൽമ, റബ്ബ് പ്രവാചകരോട് പറയുകയാണ്, എനിക്ക് ഇൽമിനെ അധികരിപ്പിച്ച് തരണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് അവിടുന്ന് കൽപ്പിക്കുകയാണ്. കാരണം ഇൽമു എന്നുള്ളത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, എല്ലാവരും ചോദിക്കേണ്ടതാണ്, എല്ലാവരോടും എല്ലാവരും റബ്ബിനോട് ആവശ്യപ്പെടേണ്ടതാണ് ഇൽമു എന്നുള്ളത്, അറിവ് എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല, നാഫിയായ ഇൽമു ഞങ്ങൾ ചോദിക്കുന്നു, അതുപോലെ തന്നെ നല്ല ഭക്ഷണം ചോദിക്കുന്നു, അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണം ചോദിക്കുന്നു, അതുപോലെ തന്നെ സ്വീകാര്യയോഗ്യമായ അമലുകൾ അത് സ്വീകരിക്കുവാനും ഞാൻ ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. അവിടുന്ന് ദീനിന് വേണ്ടി, അവിടുന്ന് അറിവിന് വേണ്ടി ആര് ഇറങ്ങി പുറപ്പെടുന്നുവോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ഒരാൾ ഇൽമിനെ തേടിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന, അവനെ സ്വർഗ്ഗത്തിലേക്ക് ഉള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് ഇൽമ് തേടിക്കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവിടുന്ന് വതല്ലഹു അജ്നിഹതഹ ഇന്നൽ മലായികത ലതല്ലഹു അജ്നിഹതഹ ലിത്വാലിബിൽ ഇൽമ്, ഇൽമിനെ തേടുന്നവർക്ക് തന്റെ ചിറകുകളെ അവിടുന്ന് താഴ്ത്തിക്കൊടുക്കും, വിരിച്ചു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടുന്ന് ഈ ഭൂമിയിലും ആകാശത്തും അതുപോലെ തന്നെ കടലിന്റെ താഴ്ഭാഗത്തും അവിടുന്ന് കിടക്കുന്ന എല്ലാ മത്സ്യങ്ങളും ജീവജാലങ്ങളടക്കം ഇൽമു പഠിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് പാപമോചന പ്രാർത്ഥന നടത്തുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നാം മനസ്സിലാക്കണം, ഇൽമു ഇന്ന് ഒരുപാട് ഇൽമുകളുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ. ആ ഇൽമുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇൽമാണ് മതപരമായിട്ടുള്ള ഇൽമ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇൽമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൽമ് എന്ന് നാം മനസ്സിലാക്കണം. ഇൽമ് അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ എത്ര പഠിച്ചിട്ടും എത്ര വല്ല പണ്ഡിതനായിട്ടും ഒരു കാര്യവുമില്ല. നമുക്കറിയാം മക്ക നിവാസികളെ കുറിച്ച്, അള്ളാഹിന്റെ പ്രവാചകരുടെ ആഗമന കാലഘട്ടം, അതിനു മുമ്പുള്ള കാലഘട്ടത്ത് ഉള്ള ആളുകളെ കുറിച്ച് അവിടുന്ന് അജ്ഞാനികൾ, ജാഹിലിയക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ്? ആ കൂട്ടത്തിൽ താമസിച്ചിരുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ മതപണ്ഡിതന്മാർ ഒരുപാടുണ്ടായിരുന്നു, പുരോഹിതന്മാർ ഒരുപാട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ പോലും ഒരുപാടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരെ ജാഹിലിയക്കാർ എന്ന് പറയുവാനുള്ള കാരണം എന്ത്? കാരണം അവർ
അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഇൽമ് അവർ നേടിയിട്ടില്ലായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഇൽമ് അവർ നേടിയിട്ടില്ല എന്നതിന്റെ പേരിലാണ് അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഏതൊരുവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്തെ ഓർത്തുകൊണ്ട് അങ്ങനെ റബ്ബിന് സുജൂദിലായി സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നവനാണോ, അതല്ല അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിയുന്നവനാണോ, ആരാണ് ഉത്തമൻ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആരാണ് ഉത്തമർ? അതായത് അള്ളാഹുവിനെ ഓർത്തു ജീവിക്കുന്നവരാണോ, അതല്ല അവിടുന്ന് റബ്ബിനെ മറന്നുകൊണ്ട് അവിശ്വാസിയായി ജീവിക്കുന്നവരാണോ? അതുകൊണ്ട് ഇൽമ് എന്നുള്ളത് അവിടുന്ന് റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇൽമ ആയിരിക്കണം ഞങ്ങൾ നേടിയെടുക്കേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ഒരു വചനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക്. ഒന്നാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ വചനം ഇറക്കിയിരിക്കുന്നത് വായിക്കണം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും ബിസ്മി റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ നാമത്തോടുകൂടി റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാക്കൾ പേടിക്കുന്നത് നിശ്ചയമായും ഇന്നമാ യഖ്ഷല്ലാഹ, അല്ലാഹുവിനെ പേടിക്കുന്നത് മിൻ ഇബാദിഹി, തന്റെ ദാസന്മാരിൽ നിന്നാൽ ഉലമാക്കളാണ്. റബ്ബിനെ പേടിക്കുന്ന റബ്ബിനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള അറിവ് അവിടുന്ന് കരസ്ഥമാക്കുക എങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ശിർക്ക് മാറിപ്പോകും, ബിദ്അത്ത് മാറിപ്പോകും, കുഫ്ർ മാറിപ്പോകും, ഖബർ പൂജ മാറിപ്പോകും, ബിദ്അത്ത് മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. റബ്ബിനെ ഓർത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഇൽമ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ എല്ലാ പാവങ്ങൾ അല്ലാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന വലംനാ അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.